യെസ്, അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുകയും അങ്ങനെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൈമാറാനും സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 12 ലക്ഷം രൂപ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ, അങ്ങനെ 14 ലക്ഷം രൂപ ആണ് ഈ തരത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുക. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നൽകും. കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് 2 ലക്ഷം രൂപയുടെ സഹായമാണ്. ഒപ്പം 50,000 രൂപ പരിക്കേറ്റവർക്കും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കൂടുതലായി ഉണ്ടോ, അപകടത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇത് സംബന്ധിച്ച പരിശോധനകൾ ആണ് ഇപ്പോഴും വ്യാപകമായി തുടരുകയും ചെയ്യുന്നത്. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കും എന്നാണ് മന്ത്രിമാർ ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. മന്ത്രി റവന്യൂ മന്ത്രി ശ്രീ രാജനും അതോടൊപ്പം തന്നെ വി.എൻ. വാസവനും ആണ്, ദേവസ്വം മന്ത്രി വി.എൻ. വാസവനും ആണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ നിശ്ചിത തുക ഈ അടിയന്തര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചിരുന്നു. അതിനു പുറമെ ആണ് ഇത്തരത്തിലുള്ള ധനസഹായം എന്നും പറയുന്നു. ഇപ്പോൾ നമുക്ക് അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:20 ഈ അപകടം ഉണ്ടായത്. പിന്നീട് മണിക്കൂറുകളോളം തന്നെ തീ അണയ്ക്കാൻ പറ്റാത്ത സാഹചര്യവും ഒപ്പം ഈ പ്രദേശത്തേക്ക് ആളുകൾക്ക് എത്താൻ പറ്റാത്ത സാഹചര്യവും ആണ് ഉണ്ടായിരുന്നത് എന്നതാണ്. ഒപ്പം ഇതൊരു ചെറു തുരുത്തു പോലെയാണ് എന്ന് പറയുമ്പോൾ തന്നെ അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചതുപോലെ ഈ സമീപ പ്രദേശത്ത് ഉള്ള ആളുകളുടെ ഭൂമിയിലൂടെ അടക്കം പ്രത്യേക വഴി വെട്ടിക്കൊണ്ടാണ് ആളുകളുടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾക്ക് അടക്കം അവിടേക്ക് എത്തിക്കാനുമൊക്കെ സാധിച്ചത് എന്നതാണ് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോഴും പരിശോധന തുടരുക തന്നെയാണ് എന്നതാണ്. അതായത് ആരെങ്കിലുമൊക്കെ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ടാകുമോ എന്നതിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ട്. ആരെങ്കിലും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടിയവർ ഉണ്ട് എങ്കിൽ അവരും വിവരങ്ങൾ പങ്കുവെക്കണമെന്ന കാര്യം സർക്കാർ സംവിധാനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അനുമതി, നമുക്ക് അവിടെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അപകടം ഉണ്ടായത്. അതിനുശേഷം നമുക്ക് അറിയാം പെട്ടെന്ന് തന്നെ സന്ധ്യയാകുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ആ ഒരു ഭൂപ്രദേശം നമുക്ക് കഴിയുന്നത്ര സുരക്ഷിതമായി തന്നെയാണ് വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്നത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം പ്രദേശത്ത് വീടുകളൊന്നുമില്ല ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് വഴി സംവിധാനങ്ങളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു എന്നൊക്കെയാണല്ലോ. ആ ഭൂപ്രദേശത്ത് ഇന്നിപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യവും കാഴ്ചയും അനുമോദം? അഭിലാഷ്, നമുക്കത് വിശദമായിട്ട് തന്നെ കാണാം. ഞാൻ ഈ നിൽക്കുന്നതിന് നേരെ പുറകിലാണ് ഈ വെടിക്കെട്ട് പുര ഉണ്ടായിരുന്നത്. അതായത് ഇവിടെയായിരുന്നു പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നിരുന്നത്. അവിടേക്കുള്ള ഇതിന് ചുറ്റും പാടമാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം, നമുക്ക് ചുറ്റും പാടമാണ്. അതൊരു തുരുത്താണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ പാടത്തിന് നടുവിലുള്ള ഒരു തുരുത്താണ് ഈ വെടിക്കെട്ട് പുര ഉണ്ടായിരുന്ന സ്ഥലം. ഇതിനു ചുറ്റും അവിടേക്കുള്ള ഏക വഴി ഉണ്ടായിരുന്നത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഇടമാണ്. ഇതാണ് പ്രധാനമായിട്ടുള്ള അവിടേക്കുള്ള വഴി. ഇതിനു ചുറ്റും പല വഴികൾ, പാടവും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വീടുകളും പറമ്പുകളും ഒക്കെയാണുള്ളത്. അപ്പോൾ ഈ വഴിയിലൂടെ മാത്രം ഇവിടേക്ക് എത്തുക എന്നുള്ളത്, ഇവിടെ വഴി വീതി ഉണ്ടെങ്കിലും ഇതിനപ്പുറത്തേക്ക്, അതായത് പ്രധാന പാതയിൽ നിന്ന് ഇവിടേക്ക് വാഹനങ്ങൾ എത്തുവാൻ ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ പോരേണ്ട സാഹചര്യമായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ ഈ മതിൽ പൊളിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് ക്യാമറ നീക്കുക നമുക്ക് കാണാൻ കഴിയും. പാടത്തിൻ്റെ അക്കരെയാണ് പ്രധാനപ്പെട്ട ഒരു വീട് നമുക്ക് നോക്കിയാൽ കാണാം. ഒരു ഇരുനില വീട്, അതിൻ്റെ മുകളിലെ ഓടൊക്കെ തകർന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി കാണാൻ സാധിക്കും. ആ വീട് നിൽക്കുന്നത് ആ ഒരു റോഡിന് അപ്പുറത്താണ്. ആ റോഡിൻ്റെ ഇപ്പുറമെല്ലാം പാടമാണ്. അപ്പോൾ ആ പാടങ്ങളിലൂടെയൊക്കെ, അത് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ആ വീടിനപ്പുറത്താണ് റോഡുള്ളത്. അവിടെ നിന്നും ഈ പറയുന്ന സ്ഥലത്തേക്ക് പാടത്തിലൂടെയാണ് ഈ ഫയർ എഞ്ചിനൊക്കെ എത്തിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ പലപ്പോഴും പാടം നികത്തുകയും അതേപോലെ മതിൽ പൊളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ ഭാഗത്തേക്ക് എത്തിയത്. നമുക്ക് അവിടേക്ക് പൂർണ്ണമായിട്ടും പോകാൻ കഴിയില്ല, കാരണം കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമ്മുടെ അടുത്തുള്ള ഈ പരിമിതമായ സമയം കൊണ്ട് അത് നേരിൽ കാണിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മളിവിടെ നിന്നുകൊണ്ട് സാധ്യമായ ഇടങ്ങളിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതിന് ചുറ്റും നമ്മൾ ഈ
കാണുന്ന ഇടത്തിൻ്റെ മറുവശത്തെ കാഴ്ചകൾ കൂടി കാണാം. ഇതും പാടമാണ്. ഇവിടെ ഈ പാടത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലം വിജനമാണ്. അതായത് സാധാരണ പുരകളൊക്കെ ഇത്തരത്തിലുള്ള വിജനമായ സ്ഥലത്ത് തന്നെയാണ് സൂക്ഷിക്കാറുള്ളത്. കാരണം ആളപായം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള നടപടികളൊക്കെ മുൻകരുതലൊക്കെ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട്, പ്രായോഗികമായിട്ട് വലിയ വാഹനങ്ങൾക്ക് എത്താനുള്ളൊരു ബുദ്ധിമുട്ട്, അത് ഈ ഒരു അപകടം നടന്നപ്പോൾ ഇവിടെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകൾ, അവർക്ക് 34 പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ DGP ഏറ്റവും അവസാനമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഇനിയും ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ DGP അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 34 പേരാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇനി കൂടുതൽ പേരെ കാണാതായിട്ടുണ്ടോ, ആരെല്ലാമാണ് കാണാതായിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ കണ്ടെത്തേണ്ടതുള്ളത്. എന്താണെങ്കിലും ഈ വെടി മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന തുരുത്ത് പൂർണ്ണമായൊരു ദുരന്ത ഇടമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന് ചുറ്റും നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം തന്നെ കത്തിക്കരിഞ്ഞ് പൂർണ്ണമായിട്ടും നശിച്ച വലിയ മരങ്ങളും തെങ്ങും അതേപോലെ എല്ലാം ഇവിടെ നഷ്ടമായിട്ട് 5000-ലേറെ ടൺ വെടിമരുന്നാണ് ഒറ്റയടിക്ക് ഇവിടുന്ന് കത്തിത്തീർന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെ മാത്രമല്ല ഈ പ്രദേശം ആകമാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി ഇത്തരത്തിൽ നേരത്തെ പ്രതിപക്ഷ നേതാവും അതേപോലെ രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നത് ഇവിടേക്ക് ഈ ആധുനിക രീതിയിലുള്ള നിയമാവലികളനുസരിച്ച് ഫയർഫോഴ്സ് സംവിധാനങ്ങളൊക്കെ എത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കണമെന്ന്. പക്ഷേ സാധാരണഗതിയിൽ പൂരത്തിൻ്റെ ഒരുക്കത്തിൻ്റെ സാധാരണ ക്രമങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. അപ്രതീക്ഷിതമായിരുന്നു ഈ ദുരന്തം. അടുത്ത ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ ഇടങ്ങളിലൊക്കെ ഈ കുറെ കൂടി സംവിധാനങ്ങൾ ഒരുക്കി, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷമേ ഈ വെടിമരുന്ന് നിർമ്മാണമൊക്കെ പാടൂ എന്നൊരു നിയമം കൃത്യമായി നടപ്പാക്കിയാൽ ഈ സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റം വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അതൊക്കെ പ്രായോഗികമായിട്ട് എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. അഭിലാഷ്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ വെടിക്കെട്ട് അപകടങ്ങൾ ഇതിനു മുമ്പും കേരളത്തെ നടുക്കിയ അപകടങ്ങളുണ്ട്. അപ്പോഴെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കും എന്ന് നമ്മുടെ സംവിധാനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ അങ്ങനെ ആവർത്തിക്കുമ്പോൾ പോലും അതൊക്കെ എത്രത്തോളം പ്രായോഗികമാകുന്നുണ്ട് എന്നതാണ്. ഇപ്പോഴിതാ വി മുരളീധരൻ, BJP നേതാവ്, മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ഉൾപ്പെടെ ഉള്ളവർ ഈ അപകട സ്ഥലത്തേക്ക് എത്തുന്നു. അപകട സ്ഥലം സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഉണ്ട്. ഉല്ലാസ് ബാബുവിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി ആയിരുന്ന വി മുരളീധരൻ ഉൾപ്പെടെയുള്ള BJP പ്രവർത്തകർ ആണ് ഇപ്പോൾ ഈ അപകടം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.